18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെക്കാളയ്ക്ക് മനസ്സിലായതുപോലും ഇന്ന് ഈ പുരുഷന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവുന്നു. ഒന്ന് പറയാനോദിക്കും. ഞാൻ നിങ്ങൾ ആരും സംസാരിക്കും. ഞാൻ നിങ്ങൾ ആരും സംസാരിക്കുമ്പോൾ ഇടപെടില്ല പ്ലീസ്. മെക്കാളെ അന്ന് ഇന്ത്യൻ പീനൽ കോഡ് വരുന്ന സമയത്ത് നടന്ന ഡിസ്കഷൻസിൽ അഡൽട്ടറി എന്ന് പറയുന്ന ഒരു സെഷൻ പുരുഷന്മാരെ മാത്രം ശിക്ഷിക്കുന്നത് നമ്മുടെ IPC ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന ഡിസ്കഷൻസിൽ മെക്കാളെ പറയുണ്ടായി, എന്തുകൊണ്ടാണ് പുരുഷന്മാരെ മാത്രം ശിക്ഷിക്കുന്നത്, എന്തുകൊണ്ട് സ്ത്രീകളെ ശിക്ഷിക്കുന്നില്ല? ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും എന്ന് തുല്യരാകുന്നോ, സ്ത്രീകൾ സാമൂഹ്യമായി പുരുഷനൊപ്പമല്ല, എന്ന് തുല്യരാകുന്നോ അന്ന് നമുക്ക് രണ്ടുപേരെയും ശിക്ഷിക്കാം. പിന്നീട് നമ്മൾ രണ്ടാളെയും ശിക്ഷിക്കുന്നില്ല എന്ന് വെച്ചു. ഇവിടെ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഞങ്ങളെ ഫെമിനിസം പഠിപ്പിക്കുക, ഫെമിനിസം ഇതാണ്, ഈ വേവിൽ ഇതാണ്, 1ാം വേവ് ഇതാണ്, 4ാം വേവ് ഇതാണ്. അതുപോലെ തന്നെ പറയാണ് ഞങ്ങൾ റാഡിക്കൽ. ഞങ്ങളെയും പഠിപ്പിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുകയാണ് ആരാണ് ഫെമിനിസ്റ്റ് എന്ന്. ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ? അപ്പൊ ഇവിടെ നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഇന്റർസെക്ഷൻ ഫെമിനിസ്റ്റുകൾ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുവാണ് അത് കളവാണ്. ഞങ്ങൾ കളവാണ്, ഞങ്ങൾ എന്താണ്, നിങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞങ്ങൾ മെൻസ് കമ്മീഷനെ എതിർക്കുന്നു? ഞങ്ങൾ മെൻസ് കമ്മീഷനെ എതിർക്കുന്നില്ല എന്ന് കുറച്ച് നേരം പറഞ്ഞു. ഒരൊറ്റ മിനിറ്റ്. മെൻസ് കമ്മീഷൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഓപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്മീഷൻ അതുപോലെ തന്നെ മെൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇടപെട്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലം 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോൾ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ, അതുപോലെ അല്ല ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ റെഡി ആയിക്കോളൂ. നിങ്ങളാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സൂയിസൈഡിനെ പറ്റി ജോക്സ് ശരിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.